നമസ്കാരം, STV മൂവി റിവ്യൂയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് വിജയ് സേതുപതിയെ കേന്ദ്ര കഥാപാത്രമാക്കി നിതിലൻ സ്വാമിനാഥൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത മഹാരാജ എന്ന ചിത്രത്തെക്കുറിച്ചാണ്. വിജയ് സേതുപതി എന്ന നടന്റെ 50ാമത് ചിത്രം കൂടിയാണ് മഹാരാജ. വിജയ് സേതുപതി എന്ന നടന്റെ കരിയർ ഗ്രാഫ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു കഥാപാത്രത്തെ തിരഞ്ഞെടുക്കുന്നതിലും അല്ലെങ്കിൽ സിനിമ സെലക്ട് ചെയ്യുന്നതിലും അദ്ദേഹം പുലർത്തുന്ന ഒരു സൂക്ഷ്മതയുണ്ട്. അത് തന്നെയാണ് തമിഴ് സിനിമയിൽ വിജയ് സേതുപതി എന്ന നടന് തൻ്റെതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാനും സാധിച്ചിട്ടുള്ളത്. പക്ഷെ കുറച്ച് വർഷങ്ങളായി അദ്ദേഹത്തിന്റെ സിനിമകൾ തിയേറ്ററിൽ ഒരു സോളോ ഹിറ്റ് ആയിരുന്നില്ല. ആ കുറവ് മഹാരാജ എന്ന ചിത്രം നികത്തിയെന്ന് നമുക്ക് പരിശോധിക്കാം. ചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, സ്വന്തമായി ബാർബർ ഷോപ്പ് നടത്തുന്ന മഹാരാജ തന്റെ വീട്ടിൽ ലക്ഷ്മി എന്ന് പേരിട്ടിരിക്കുന്ന വേസ്റ്റ് ബിൻ കാണാനില്ലെന്ന് കാണിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ എത്തുകയും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് സിനിമ പ്രധാനമായും സംസാരിക്കുന്നത്. ഒരു അപകടത്തിൽ ഭാര്യ മരിച്ച മഹാരാജയ്ക്ക് ഒരു മകൾ മാത്രമാണുള്ളത്. ചിത്രത്തിന്റെ ആദ്യ സീൻ മുതൽ തന്നെ ഈ ഒരു വേസ്റ്റ് ബിന്നും മഹാരാജയുടെ ഫാമിലിയും തമ്മിലുള്ള ബന്ധം കൃത്യമായി സിനിമ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് വേസ്റ്റ് ബിൻ കാണാനില്ലെന്ന പ്രധാന കോൺഫ്ലിക്റ്റിലേക്ക് ചിത്രം കടക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോ രഹസ്യങ്ങളും മറനീക്കി പതുക്കെ പുറത്തു വരുന്നതും. ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ നട്ടൽ എന്ന് പറയുന്നത് നിതിലൻ സ്വാമിനാഥൻ എഴുതിയ തിരക്കഥ തന്നെയാണ്. ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, 14 ഡ്രാഫ്റ്റുകളോളം മാറ്റി എഴുതിയ തിരക്കഥയാണ് ചിത്രത്തിൻ്റെതെന്ന്. നമ്മൾ അധികം കണ്ടു ശീലിച്ച അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞ ഒരു പ്ലോട്ടിനെ അവതരണ മികവ് കൊണ്ടാണ് ശരിക്കും ഈ ചിത്രം ഞെട്ടിക്കുന്നത്. നോൺ ലീനിയർ ആയിട്ടാണ് ചിത്രത്തിന്റെ കഥ പറയുന്നതെങ്കിലും കാഴ്ചയിൽ ഒരിടത്തും പ്രേക്ഷകന് ഒരു തരത്തിലുള്ള കൺഫ്യൂഷൻസും ചിത്രം ഉണ്ടാക്കുന്നില്ല. അത് തന്നെയാണ് ഈ തിരക്കഥയുടെ മികവും. ചിത്രത്തിന്റെ ആദ്യ പകുതിയിൽ നമുക്കുണ്ടാവുന്ന പലതരത്തിലുള്ള കൺഫ്യൂഷൻ രണ്ടാം പകുതിയിൽ തിരക്കഥ മറികടക്കുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി തന്നുകൊണ്ട് തന്നെയാണ് ചിത്രം അവസാനിക്കുന്നതും. ചിത്രത്തിലെ പല കാലഘട്ടങ്ങളും മാറി വരുന്നത് പോലും നമുക്ക് കൃത്യമായി വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഈ ചിത്രത്തിൽ നോൺ ലീനിയർ ഘടന അവതരിപ്പിച്ചിരിക്കുന്നത് തന്നെ വളരെ മികച്ചതായ രീതിയിലാണ്. കഥ പറയുന്ന ഒഴുക്കിനോട് അത് വളരെയധികം ഭംഗിയോടെ ചേർന്ന് നിൽക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ഈ ചിത്രത്തിലെ സബ് പ്ലോട്ടുകളും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു ഭാഗത്ത് മഹാരാജയുടെ കഥ പറയുമ്പോൾ തന്നെ അതിന്റെ ഭാഗമായി കണ്ണിചേർന്ന മറ്റൊരു കഥാപാത്രത്തെ ഇൻട്രസ്റ്റിംഗ് ആയി തന്നെ അവതരിപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ വില്ലനെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും കൃത്യമായിട്ടുള്ള ഒരു ക്ലൈമാക്സിലേക്ക് അതുവരെയും പ്രേക്ഷകനെ എൻഗേജിംഗ് ആയി കൊണ്ടുപോകാനും മഹാരാജ എന്ന ചിത്രത്തിന് സാധിക്കുന്നുണ്ട്. ബോളിവുഡ് സംവിധായകനായ അനുരാഗ് കശ്യപ്പാണ് ഈ ചിത്രത്തിൽ വില്ലൻ വേഷത്തിൽ എത്തുന്നത്. മിക്കവാറും തമിഴ് സിനിമകളിലെല്ലാം അദ്ദേഹം എത്തുന്നത് നെഗറ്റീവ് റോളിൽ തന്നെയാണ്. ഈ ചിത്രത്തിൽ വിജയ് സേതുപതിയുടെ കഥാപാത്രവും അനുരാഗ് കശ്യപ് അവതരിപ്പിക്കുന്ന കഥാപാത്രവും തമ്മിലുള്ള നായക വില്ലൻ ബന്ധം കൺവെൻഷണൽ തമിഴ് സിനിമകളിൽ നമ്മൾ കണ്ടു ശീലിച്ച ഒരു നായകൻ വില്ലൻ സംഘർഷങ്ങളുടെ ഒരു രീതിയല്ല പിന്തുടരുന്നത് എന്നതാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഈ ചിത്രത്തിൽ മഹാരാജ എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വിജയ് സേതുപതിയാണ്. തന്റെ സ്വതസിദ്ധമായ അഭിനയ ശൈലി കൊണ്ട് വളരെ കൺട്രോളായി തന്നെ മഹാരാജയെ വിജയ് സേതുപതി മികച്ചതാക്കിയിട്ടുണ്ട്. അധികമൊന്നും സംസാരിക്കാത്ത, വൈബ്രന്റ് അല്ലാത്ത, തന്റെ ഇമോഷണലിൽ ഭയങ്കര സ്ഥിരതയുള്ള മഹാരാജ എന്ന കഥാപാത്രം വിജയ് സേതുപതി എന്ന നടന്റെ കൈകളിൽ ഭദ്രമായിരുന്നു. പക്ഷെ അനുരാഗ് കശ്യപിന്റെ കഥാപാത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോൾ കുറച്ച് ഇമോഷണൽ കണക്ഷൻ മിസ്സായതുപോലെ തോന്നി. പക്ഷെ അതേസമയം മഹാരാജയുടെ ഒരു ഇമോഷണൽ ഗ്രാഫ് വളരെ കൺവിൻസിംഗ് ആയിരുന്നു. കുരങ്ങുബൊമ്മ എന്ന ചിത്രത്തിന് ശേഷം നിതിലൻ സ്വാമിനാഥൻ സംവിധാനം ചെയ്ത മഹാരാജ കുരങ്ങുബൊമ്മയേക്കാൾ വലിയ ക്യാൻവാസിലുള്ള ഒരു ചിത്രം കൂടിയാണ്. ഇതിലെ എഡിറ്റിങ്ങും സിനിമാറ്റോഗ്രാഫിയൊക്കെ എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷൻ രംഗങ്ങളൊക്കെ വളരെ ലൈഫുള്ള രംഗങ്ങളായിരുന്നു. ഒരു യഥാർത്ഥ പോലീസ് സ്റ്റേഷന്റെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാനും അതിന്റെ ആർട്ട് ഡിപ്പാർട്ട്മെന്റിന് സാധിച്ചിട്ടുണ്ട്. അഭിരാമി, മമത മോഹൻദാസ്, മുനീഷ് ഖാൻ, ഭാരതിരാജ തുടങ്ങി വലിയ താരനിരയുള്ള ചിത്രം ഇതൊരു പ്ലോട്ട് ഡ്രിവൻ സിനിമ കൂടിയാണ്. ഈ ചിത്രത്തിലെ എല്ലാ കഥാപാത്രങ്ങളും ചിത്രത്തിന്റെ കേന്ദ്ര പ്ലോട്ടിനെ നോക്കിയാണ് നീങ്ങുന്നത്. ഈ ചിത്രം ഒരു ക്യാരക്ടർ ഡ്രിവൻ സിനിമയുമല്ല. കുറെ നാളുകൾക്ക് ശേഷം തിയേറ്ററിൽ ഒട്ടും മുഷിക്കാതെ കണ്ടിരിക്കാവുന്ന ഒരു വിജയ് സേതുപതി ചിത്രം കൂടിയാണ് മഹാരാജ എന്ന് നിസ്സംശയം പറയാം.